കാട്ടി എവിടെ കായ കാണുന്നില്ലല്ലോ. അവള് വാച്ച് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അങ്ങോട്ട് ബുംബറ 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 പോവാ നമ്മള് ഗൈസ്. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ഒരു അല്ലറ ചില്ലറ കുറച്ച് പരിപാടീസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പൊ പോവാം. അപ്പൊ കുട്ടീസൊക്കെ ഉണ്ട്, 3 പേരുണ്ട്. ഇനി ഇവരെ 3 പേരെ ഞാൻ ഒറ്റയ്ക്ക് മേയ്ക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പോൾ വിഷ്ണുമാമൻ ഞങ്ങളെ അമ്പലപ്പുഴ ഇറക്കിയിട്ട് വിഷ്ണുമാമൻ പോവും. വിഷ്ണുമാമൻ എന്നൊരു ചെറിയ പാർട്ടി ഉണ്ട്, ചേട്ടന് വർക്കുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് ഇതിന്റെ ഫോട്ടോ എടുക്കാനുണ്ട്, കണ്ട. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തേക്ക് പോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ചില പരിപാടീസ് ഒക്കെ ഉണ്ട്. പോവാം നമുക്ക്. അപ്പൊ അപ്പോഴും ഓക്കെ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടേക്ക് ആയിട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ലൊക്കേഷനൊന്നും വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഈ ഒരു പാസേജ് വന്ന് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് സാരിയിലൊക്കെ എടുക്കണം എന്നായിരുന്നു. പക്ഷേ പിന്നെയും വന്നിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്തു, ആദ്യം ഈ ഒരു കുർത്തി സെറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസും ഇത് അയച്ച പേജൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ചില ദിവസം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ. പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ ലവ് ലാപ്പിൻ്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതെ, മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടോയ്സോ അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിൽസോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് 1000 ml ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേബി ലിക്വിഡ് ക്ലെൻസർ ഫോർ ജെംസ് ഫ്രീ ക്ലീനിങ് ഫോർ ബേബി ഫീഡിങ് ആക്സസറീസ് ടോയ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മെയ്ഡ് ഓഫ് ഫുഡ് ഗ്രേറ്റ് ഇൻഗ്രീഡിയൻസ് എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാരബൻ ഫ്രീ ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കഴുകി വാഷ് ചെയ്തൊക്കെ കൊടുത്തു എഴുതിയിട്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആണ് കേട്ടോ. നമുക്ക് അത്തരം ടെൻഷൻസ് വേണ്ട. pH ബാലൻസ്ഡ് ആണ്. ഓക്കെ. പിന്നെ അതിൽ ബാക്കിൽ വന്നിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള അതിൻ്റെ പർപ്പസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ബേസിനിൽ എടുത്തു എന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ആ ലിക്വിഡ് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഒരുപാട് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇച്ചിരി ഒഴിച്ചാൽ മതി. നല്ല രീതിയിൽ പതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിന് ബക്കറ്റിൽ എന്തിലാത്ത വെച്ചെടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്നും കൂടെ ഇതായിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ബേസിനിൽ എടുത്താട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് ടോയ്സ് ഇടുന്നുണ്ട് അവൻ്റെ. അതുപോലെ ഞാൻ അവൻ്റെ ഒരു ഫീഡിങ് ബോട്ടിൽ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇടുന്നില്ല, കാര്യം ഒന്നും ഇരിപ്പില്ലാത്ത ാണ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഞാനെന്താ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അതിൽ കഴുകി എടുത്തിട്ട് നമുക്ക് വേറെ വെള്ളത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ നമ്മളിതിൽ കഴുകിയതിന് ശേഷം നമുക്ക് വേറെ വെള്ളത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ ഇതിൽ നന്നായിട്ട് ഇത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ജാമ്യം പറയുമായിരുന്നു, പെട്ടെന്ന് വൃത്തിയാവുന്നുണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരച്ച് കഴുകുന്നുണ്ട്. ഉരച്ച് കഴുകി മീൻസ് നമ്മൾ കൈ വെച്ചിട്ട് ക്യാഷ്വലായിട്ട് കഴുകുമല്ലോ. സോ അതുപോലെ ഞാൻ അവൻ്റെ ഒരു ബോട്ടിലിൻ്റെ ഇതൊക്കെ കഴുകുന്നുണ്ട്. ഞാനിപ്പോൾ അവനിങ്ങനെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ വെള്ളം കൊടുക്കുന്നത്. നിപ്പിൾ ബോട്ടിലുണ്ടല്ലോ, ഫീഡിങ് ബോട്ടിൽ, അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യാറുള്ളൂ. കാര്യം ഉണ്ടായിരുന്നൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. കാര്യം അവിടെ വെറുതെ പുറത്തിട്ട് കേട് വരുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് കാരണം ഇത്തരം വാട്ടർ ബോട്ടിൽസൊക്കെയാണ് ഞാൻ ഇവിടെ ഒരെണ്ണം ഉണ്ട്, എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് കൈവച്ചൊക്കെ ഒന്ന് കഴുകി ഇതേ കണ്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് വൃത്തിയായത് നന്നായിട്ട് അറിയുണ്ടാവും. അതിന് ശേഷം എന്താ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതൊക്കെ മാറ്റിയിട്ടേക്കാണ് കണ്ടോ. നല്ല രസമാണ്, നല്ല പളവളാന്ന് പളങ്ങിയിരിക്കുന്ന പോലെ നല്ല പളങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇത് മസ്റ്റായിട്ടൊന്ന് വാങ്ങിച്ചു നോക്കുക. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുക. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. lovelab.com അവൈലബിൾ ആണ് കേട്ടോ. സോ നല്ല തിരക്കായിരിക്കും, അപ്പോൾ എടുക്കാനൊന്നും പറ്റാറുണ്ടാവാറില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാനും കാവ്യം പൊന്നും കൂടെ അമ്പലപ്പുഴ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പടും കൂടെ ഞങ്ങൾക്ക് അല്ലറ ചില്ലറ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ 3 വർഷമായി കല്യാണം കേട്ടോ, ആദ്യമായിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്നത്. ഒരിക്കൽ ഞാനും പൊന്നൂസും കൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കായ്മുള്ള ബർത്ത്ഡേക്ക് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഇവൾ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ അവളന്ന് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സായിരുന്നു. അങ്ങനെ ഞാനും എടുത്തമ്മയും കൂടെ ഒന്ന് ജസ്റ്റ്
വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, ഐ മീൻ അമ്പലപ്പുഴയിൽ ഞങ്ങളുടെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം തന്നെ റിട്ടേൺ പോവുകയും ചെയ്തു. അതുകൂടാതെ ഒരിക്കൽ അനന്തും ഞാനും അമ്പുടും കൂടെ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പുഴ ഞങ്ങളെ അവിടെ ആക്കിയിട്ട് വിഷ്ണുവേട്ടൻ എന്തോ എടുക്കാണ്ട് സ്റ്റുഡിയോ പോയപ്പോൾ അങ്ങനെ ഞാൻ അമ്പലപ്പുഴ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടൈമാണ് ഞങ്ങൾ 3 നേരം കൂടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് വിഷ്ണുവേട്ടൻ ഇല്ലാതെ. പിന്നെ ഞങ്ങൾ നേരെ കടയിൽ കയറി ത്രെഡ് ചെയ്യാൻ കയറി. എൻ്റെ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചായി ഇപ്പോൾ ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ നേരെ അവിടെ കയറി ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഞങ്ങൾ ത്രെഡ് ചെയ്യുന്നിടത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാം, ഇച്ചിരി അങ്ങോട്ട് നടക്കണം, എനിക്കൊരു കമ്മൽ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വന്ന് പറഞ്ഞ് ഞങ്ങൾ ക്രോസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെരുപ്പ് മേടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ ചേട്ടനായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ. നമ്മൾ വിഷ്ണുനാണേലും ഞാനാണേലും അമ്പുടാണേലും അമ്പുടിനോട് ഭയങ്കര കാര്യമാണ്. ഏട്ടൻ എവിടെ കണ്ടാലും അമ്പുടിനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ വളർന്നു കഴിയുമ്പോഴാണ് അവനൊരു ഇച്ചിരി മടി എല്ലായിടത്തേക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി ജസ്റ്റ് ചേട്ടനോടും സംസാരിച്ചു. പിന്നെ അമ്പുടിനൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. അപ്പോൾ അവിടെ കാര്യം ചെരുപ്പ് മേടിക്കണമായിരുന്നല്ല, അവൻ ചെരുപ്പിന് ഭയങ്കര വാശി, അവന് നടക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവനൊരു ചെരുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ കയറി ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവന് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവനൊരു ഷൂ ആട്ടോ മേടിച്ചത്, അതായത് കാഷ്വലായിട്ട് ഇടുന്ന ഷൂ, ഇങ്ങനെ ലേസൊന്നും കെട്ടുന്നതല്ല, നോർമൽ ഇങ്ങനെ ഉള്ള ഷൂ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഷൂ ആട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വേറൊരു കടയിൽ കയറിയിട്ട് കമ്മലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്, എന്താ ആബിസ്ന്നോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ മറന്നുപോയി പേര്, ഞാൻ ആദ്യമായിട്ടാണ് ഷോപ്പിൽ കയറുന്നത്. അപ്പോൾ ഇത്തരം കമ്മൽസ് നല്ല അടിപൊളി കമ്മലുകൾ ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസൊക്കെ ആയിട്ടുള്ള കമ്മലുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഈ ഗോൾഡിൻ്റെ കളറിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലത്തെ കളേഴ്സൊക്കെ അത്തരത്തോടെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ കാതിൽ കിടക്കുന്നില്ല, അത്തരം ടൈപ്പൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്നു കേട്ടോ. കുറച്ച് ദൂരം വരെ നടന്നിട്ട് നമ്മളവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ ആ കമ്മൽ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേനും. അവിടെ നിന്ന് തന്നെ വേറെ കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും കാവ്യയും പൊന്നും അമ്പടും കൂടെ കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, നടന്നു ക്ഷീണിച്ച് ഞങ്ങൾ വലഞ്ഞു കേസ്. അപ്പോൾ അവിടെ നിന്ന് അമ്പടിന് ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇത് വെച്ച് എനിക്ക് പനി ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേനും അവന് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ. കാര്യം രാത്രി ഞാൻ അവന് പനി ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ഞാൻ വെറുതെ കൈ വെച്ച് നോക്കുമായിരുന്നു. അതുപോലെ ചാർജറിൻ്റെ ഫോണിൻ്റെ ചാർജ് ഉണ്ടല്ലോ, വാച്ചിൻ്റെ ചാർജർ, അതൊക്കെ വെച്ചിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അവനത് പെട്ടെന്ന് അത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാനവന് പനി ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനത് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ് ഷവർമ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഷവർമയും ഞങ്ങൾ ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാവ്യ അവിടെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചു. കണ്ടമോനാണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം കുടിക്കണം, അവന് എരിവില്ലാത്തൊരു ചിക്കൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ്. വിഷ്ണുവേട്ടൻ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യാൻ. വാടാ ഇവിടെ, എടാ ഇവിടെ വരാൻ, ഇവിടെ വാടാ, നിന്നോടല്ല ഇവിടെ വാടാ, നിന്നോട് ഇവിടെ വാ ഇവിടെ അടി. ഇത് കുഞ്ഞിപ്പെണ്ണെ, നിന്നെ ഞാൻ ഇവിടെ വാടാ, നിന്നോടല്ലേ പറഞ്ഞത്, ഇവിടെ വാടാ. ഗൈസ് ഇതുപോലെ ഒരെണ്ണം മതി നമുക്ക്, വെറുതെ 10 എണ്ണം വേണ്ട, ഒരെണ്ണത്തിന്റെ ആവശ്യം നമുക്ക്. അമ്മ ഓടേ, നീ ഓടറാ. വേണ്ട ഇളകി ഇവന്റെ കൂടെ കളിച്ചു കഴിഞ്ഞതാണ് ഗൈസ് പ്രശ്നം. നമ്മളില്ലേ പിന്നെ ഇവന്റെ കൂടെ അങ്ങ് കളിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിലേ കണ്ട ഇത് തന്നെ പ്രശ്നം. ഒരു മിനിറ്റേ ഗൈസ്, ചിലപ്പോൾ ഇതെന്താണ് ഈ നിക്കറൂടെ തൂക്കിയിട്ടേക്കുന്നത് ചിലരെങ്കിലും വിചാരിക്കാം. അവൻ കരഞ്ഞു ഗൈസ്. അമ്മ ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, രാത്രിയില്ലേ റൂമിലെ വെട്ടുണ്ടാവില്ലല്ലോ, ഇതവൻ കരഞ്ഞു ഗൈസ്. അപ്പൊ ഇത് ലൈറ്റ് ഇടും ഞാൻ വെട്ടത്തിന്. അവൻ്റെ കൂടെ കളിക്കാനൊക്കെ ഞാൻ പോയി കളിക്കട്ടെ എന്നാ. അപ്പോൾ വെട്ടം ഒരുപാട് ആവാതിരിക്കാൻ കുറച്ച് ലൈറ്റായിട്ട് ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി ഇടുന്നേ. ഇവനെ ഇവിടെ തീരുമാനം ഉണ്ടാക്കട്ടെ. കിടക്കും ഗൈസ്, ഇത് കള്ളക്കരച്ചിലാണ് ഇവന്റെ. ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഇവനൊരു ഓസ്കാർ കൊടുക്കൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനൊരു ഓസ്കാർ കൊടുക്കൂ, ഒരു ഓസ്കാർ കൊടുക്കൂ ഇവന്. തരട്ടെ ഓസ്കാർ. ഇവിടെ വാടാ പിടിക്കാൻ പോവാ നിന്നെ. കണ്ടത് കൂടണം കേട്ടോ. വാടാ ഇവിടെ, നിന്നെ പിടിക്കാൻ പോവാ നിന്നെ. അവിടെ നിക്ക്, നീ നിക്കില്ല അവിടെ, നിക്കടാ അവിടെ.
അപ്പം നമ്മുടെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിഷ്ണുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവിനോട് ഐസ്ക്രീം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഐസ്ക്രീം കണ്ടതിൻ്റെ സന്തോഷമാണ്. നമ്മൾ അവന് ഈ ചെറിയതേ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ, വലുത് മേടിക്കാറില്ല. കാര്യം തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ഒത്തിരി കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെറുത് നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അത് ഞാൻ ഓരോ ദിവസം ഇടവിട്ട് 2 ദിവസം ഇടവിട്ട് ബെഡ്ഷീറ്റ് മാറ്റുമായിരുന്നു കേട്ടോ. കാര്യം ഇവൻ മൂത്രം ഒഴിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ കണ്ണുമോനൊരു 4 മാസമൊക്കെ ആയിട്ട് 4-5 മാസമായിട്ട് എനിക്ക് 4 മാസം കഷ്ടിച്ചൊരു 4 മാസമൊക്കെ ആയിട്ട് അവനിപ്പോൾ അകത്തോ അല്ലെങ്കിൽ ബെഡിലോ ഒന്നും മൂത്രമൊഴിക്കില്ല. അവൻ പുറത്തേ മൂത്രമൊഴിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതിന് എനിക്ക് 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എല്ലാ സമയത്തും എനിക്ക് എപ്പോഴും ഇത് തന്നെയായിരുന്നു പണി. അപ്പോൾ ഇനി ഇപ്പോൾ ഇട്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ഓർത്തുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നത് ഇച്ചിരി മെൽട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമായിട്ടാണ് പറയുന്നത് പ്ലിങ്ങുന്നായിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. കണ്ണമോനാണെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അത് ഏട്ടൻ അത്രയും പൊളിച്ചാണ് കൊടുത്തത്. ഞാൻ പിന്നെ അത് കുറച്ചുകൂടെ വാങ്ങിയിട്ട് ഒന്നും കൂടെ വന്നിങ്ങനെ പൊളിച്ചു. അവൻ ഐസ്ക്രീം തിന്നെ കറണ്ട് പോയോ? അവൻ ഐസ്ക്രീം കഴിക്കുന്നതാണ് നല്ല രസമാട്ടോ. അവൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ നക്കുന്നതാണെന്ന് വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഇനി അവൻ ഇരുന്നിട്ട് ഐസ്ക്രീം തിന്നിട്ട് നമുക്ക് എന്തായാലും റൂമൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കാം. കാര്യം ഇതാണ് റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കിടക്കുന്നത് കണ്ടില്ലേ, ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് റൂമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. ഈ ഒരു റെയിലിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുമായിരുന്നു. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും എല്ലാവരും എന്നോട് ചോദിക്കും ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണിത്. ഞാൻ ഇപ്പോൾ ഇവനായിട്ട് ഞാൻ 90-ന് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കട്ടുമുണ്ട്. ഇതിപ്പോൾ 2ാമത്തെയാണ്. ഫസ്റ്റത്തെ എന്തായിരുന്നു എൻ്റെ കയ്യിലെന്തോ തട്ടിയിട്ട് എൻ്റെ വല കീറിപ്പോയിട്ട് ഞാൻ അങ്ങനെ മാറ്റിയതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ലെവലപ്പിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നേ. അപ്പോൾ എന്തായാലും ഞാൻ കർട്ടനൊക്കെ താത്തിയിട്ടതിന് ശേഷം ഞാൻ എല്ലായിടും ഒന്ന് ഒതുക്കി ആദ്യം എടുത്ത് പെറുക്കി അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് എനിക്ക് ഇതെല്ലാം പെറുക്കി ഒതുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ ഗൈസ്? നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വന്നു കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ഒരാൾ കയറി വന്ന് നമ്മളെ ബെഡിലെല്ലാം കിടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നമ്മുടെ കൂടെ കിടന്ന് ഇങ്ങനെ ഓടി മറയും. എൻ്റെ അമ്പുടും ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. എനിക്ക് എൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കാൻ അവൻ സമ്മതിക്കത്തേ ഇല്ല. അവൻ ഇങ്ങനെ കുത്തി മറിഞ്ഞിരിക്കും കേട്ടോ. ഒരു കണക്കിനൊക്കെയാണ് ഞാൻ വല്ലതൊക്കെ വിരിക്കണത്. കാര്യം ഇവനെ ആരും വെച്ചതാക്കണ്ട. ഇവിടെ ഞാൻ സ്ലോ ആക്കിയതെന്നറിയോ, ഇവൻ എപ്പോഴും എന്നോട് സ്നേഹം വരുമ്പോൾ ഇങ്ങനെ ഓടി വന്നിട്ട് അവൻ എനിക്ക് കവളത്തും 2 കവളത്തും എൻ്റെ നെറ്റിയിലും എൻ്റെ തലയിലൊക്കെ എനിക്ക് ഉമ്മ വരും കേട്ടോ. ഒത്തിരി തവണ തരും ഒരു ദിവസത്തിൽ, ഒരുപാട് തവണ എന്ന് വെച്ചാൽ ഒരുപാട് തവണ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് അവൻ എനിക്ക് ഒത്തിരി തവണ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. എനിക്കിതെന്താണെന്നറിയില്ല, എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ ഞാനപ്പോൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ഓടിച്ചേക്കണ കാരണം കുറേയൊക്കെ വന്നിട്ടുണ്ടാവും, കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു, കട്ട് ചെയ്തായിരുന്നു. ഓടിക്കും. അപ്പോൾ അതാ ഞാനും അവനും കൂടെ ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിരിച്ചുകൊണ്ട് വരുന്നു, ഒരു സൈഡിൽ നിന്ന് അവൻ അപ്പോൾ അത് വലിച്ചുകൊണ്ടിരുന്ന് കണ്ടോ. ഞാൻ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നു, അവനൊരു സൈഡിൽ നിന്ന് കുത്തി മറിയുന്നു. ഒരു കണക്കിന് ഞാൻ അവനെ കണ്ടു, അതിൻ്റെ ഉള്ളിലോട്ട് കയറിയവൻ. ഒരു കണക്കിന് ഞാൻ അവനെ വെച്ചുകൊണ്ട് തന്നെ ഒക്കെ വിരിച്ചിട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ സത്യത്തിൽ എനിക്ക് വിരിച്ചിടുമ്പോഴത്തേനും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നടക്കില്ല. പക്ഷേ ഇവൻ കിടന്നുരുള്ളത് സ്പീഡിലിട്ടതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ട അതെ ഉമ്മാരാൻ വേണ്ടി കയറി കേട്ടോ. പക്ഷേ അത് സ്ലോ ആയിരിക്കുന്ന സമയത്ത് 13 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവന് എനിക്കൊന്ന് 15 മിനിറ്റോളം എടുത്തു ഞാനൊരു ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, അപ്പോൾ ടാറ്റാ ബൈ.